വാർത്താവേളയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കൊലപാതക വാർത്തയാണ് കോഴിക്കോട് നിന്നും റിയാസ് KMR റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കൊയിലാണ്ടി മുത്താമ്പി സ്വദേശി പുത്തലത്ത് ലേഖയാണ് കൊല്ലപ്പെട്ടത്. ലേഖയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഭർത്താവ് രവീന്ദ്രൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. വിശദാംശങ്ങൾ റിയാസ് KMR നൽകുന്നു. റിയാസ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്? എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തുളസി, കൊലപാതകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് നടന്നതെന്നാണ് പോലീസ് വിവരം തരുന്നത്. അതായത് മുത്താമ്പി സ്വദേശിയായിട്ടുള്ള പുത്തലത്ത് ലേഖയാണ് കൊല്ലപ്പെട്ടത്. ഇവനെ ഭർത്താവ് രവീന്ദ്രൻ തന്നെയാണ് കൊലപ്പെടുത്തിയത്. ഭർത്താവ് സംശയരോഗിയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഭാര്യയെ സംശയമുണ്ടായിരുന്നു ഇയാൾക്ക്. ആ സംശയമാണ് ഭാര്യയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂലിപ്പണിക്കാരനാണ് പ്രതിയായ രവീന്ദ്രൻ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും ഈ ദമ്പതികൾക്കുണ്ട്. ഈ സംശയത്തെ തുടർന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വീട്ടിൽ വെച്ച് ഭാര്യ ലേഖയെ ഭർത്താവായിട്ടുള്ള രവീന്ദ്രൻ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് കൊല നടത്തിയതിനു ശേഷം താൻ തന്റെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് രവീന്ദ്രൻ തന്നെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ മൃതദേഹത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൊയിലാണ്ടി പോലീസ് ഇൻസ്പെക്ടർ N സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത്. ഈ സംഭവത്തിലുള്ള പ്രാഥമിക അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിനുശേഷം കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയും നാളെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. തുളസി, വ്യക്തമാണ് റിയാസ്.